ഹായ് സുന്ദരീസ്, എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഇപ്പൊ നമ്മൾ അടുത്തൊരു മിന്ത്ര ഹോൾ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇത്തവണ നമ്മൾ കാണിക്കാൻ പോണത് കുർത്ത ഡ്രസ്സസ് ആണ്. ഈവൻ ദോ എനിക്ക് പേഴ്സണലി അത്ര ഇഷ്ടമുള്ള ഒരു ടൈപ്പ് ഡ്രസ്സല്ല. എനിക്ക് കുർത്ത എപ്പോഴും സ്ട്രെയിറ്റ് കട്ട് സ്ലിറ്റ് ഉള്ളതാണ് കൂടുതൽ ഇഷ്ടം. പക്ഷെ എനിക്കറിയാം ഒരുപാട് പേർക്ക് കുർത്ത ഡ്രസ്സസ് ഭയങ്കര ഇഷ്ടമാണ്. അതാകുമ്പോൾ എന്താ വെച്ചാൽ പ്രത്യേകിച്ച് നമുക്ക് ഇനി അതിൻ്റെ അടിയിൽ പാൻസ് ഉണ്ടെന്നില്ല. അപ്പൊ അതിൻ്റെ ഒരു ടെൻഷൻ അങ്ങ് ഒഴിവായി. ഇനിയിപ്പോൾ അതിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു സാധനം കണ്ടുപിടിക്കണം അങ്ങനെ ഇല്ലല്ലോ. അത് മാത്രമല്ല ഇങ്ങനെ നല്ല ഫ്ലോയി ആയിട്ട് കിടക്കുന്ന കാരണം കുറെ പേർക്ക് അതിനൊരു പാറ്റേണും അതിനൊരു കംഫർട്ടും നല്ല ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായി. അത് മാത്രമല്ല നമ്മുടെ ത്രിഫ്റ്റ് സ്റ്റോറിൽ, അസ്വിക സ്റ്റോറിൽ എപ്പോഴൊക്കെ ഇങ്ങനത്തെ പാറ്റേണുള്ളത് ഇടുന്നു അപ്പോഴൊക്കെ പെട്ടെന്ന് സെയിലായി പോകാറുണ്ട്. അപ്പം എന്തായാലും നമുക്കൊരു 6 എണ്ണം കാണാം. ഒരു 700 റുപ്പീസിനെക്കാട്ടിലും താഴെയുള്ളതാണ്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ ഇതാ ഈ ഒരു കുർത്ത ഡ്രസ്സാണ്. ഇപ്പോൾ ഒരു കൈൻഡ് ഓഫ് കലംകാരി പ്രിന്റാണ് കേട്ടോ വന്നിട്ടുള്ളത്. വീനെക്കാണ് എന്ന് വെച്ചാൽ ഇങ്ങനെ വന്നിട്ട് വീനെക്കായിട്ടാണ് വരുന്നത്. ഒരു പഫ് സ്ലീവ്സ് ആണ്, താഴെ ഇലാസ്റ്റിക് ഉണ്ട്, പിന്നെ ഹൊറിസോണ്ടൽ പാനൽസ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നല്ല ഫ്ലെയർ ഉണ്ട്. 700 റുപ്പീസ് ആണ് കേട്ടോ ഇതിനുള്ളത്. എടുത്തു പറയേണ്ടത് ഇതിന്റെ മെറ്റീരിയൽ ആണ്, നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ്. ഞാൻ ഒരു 5-6 തവണയെങ്കിലും ഇത് കഴുകി, ഒട്ടും തന്നെ ബ്ലീഡ് ആവുന്നില്ല. നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ ഇടാനായിട്ട്. ഒരു നെഗറ്റീവ് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്ക് കുറച്ച് ഡീപ്പാണ്. ഞാൻ ഇവിടെ ഫോട്ടോ കാണിക്കാം. ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ട്യൂബ്ര ഇല്ലേ, ഇങ്ങനെ ജസ്റ്റ് ഒരു ഇലാസ്റ്റിക് പോലെ ഇത്ര ഒരു മുലക്കച്ച പോലത്തെ ഒരു സാധനം, ഇങ്ങനെ ഒരു സാധനമാണ് കേട്ടോ. അതിടും ബ്രായുടെ മീത്. പാഡഡ് അല്ലാത്ത ട്യൂബ്ര കേട്ടോ. അത് നമുക്ക് ഒട്ടും അൺകംഫർട്ടബിൾ ഒന്നും ആവില്ല. അതല്ലെങ്കിൽ നമുക്ക് നോർമൽ സ്ലിപ്പ് ഇടാം. അതല്ല നോർമൽ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് മറ്റേ ഈ സ്വീറ്റ് ഹാർട്ട് നെക്കോ അല്ലെങ്കിൽ ഇങ്ങനെ സ്ട്രെയിറ്റ് നെക്കിൽ വരുന്ന ടൈപ്പ് ഓഫ് ബ്രാസ് ഉണ്ട്, അതാണെങ്കിലും മതി കേട്ടോ. അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ഇടാം. ഇനിയിപ്പോൾ അത് ഇട്ടില്ല, കുറച്ച് ഡീപ്പായിട്ടുള്ള നെക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് അങ്ങനെ ഇടാവുന്നതാണ് കേട്ടോ. ഇത് കൈൻഡ് ഓഫ് കോളർ നെക്കാണ് ബാക്കിലുള്ളത്. അത് നല്ല രസമായിട്ടുണ്ട്. നല്ല ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ. ഇത് കുറേ പേര് ഫ്ലിപ്കാർട്ടിലുണ്ട്, 500 രൂപയ്ക്ക് ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ കുറേ നോക്കി കണ്ടില്ല. പക്ഷെ ഉണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടി നോക്കിയിട്ട് ഇവിടെ ടാഗ് ചെയ്യാം കേട്ടോ. ഇവിടെ കെട്ടാനുള്ള ഒരു സംവിധാനം ഉണ്ട്, ഒരു ത്രെഡ് ഉണ്ട്. അപ്പൊ നമുക്ക് ടൈറ്റ് ആയിട്ട് ഇവിടെ പിടിച്ച് കെട്ടാം. അപ്പൊ നമ്മുടെ ഈ വേസ്റ്റിന്റെ ഈ ഭാഗം അല്ലെങ്കിൽ യോക്ക് കഴിഞ്ഞിട്ടുള്ള ഭാഗം നല്ല ടൈറ്റ് ആയിട്ട് നിൽക്കും, ബാക്കി ഇങ്ങനെ ഫ്ലെയർ ആയിട്ടുണ്ടാവും. അങ്ങനെയാകുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ബോഡിക്ക് നല്ലൊരു ഒതുക്കം കിട്ടും. ആ രീതിക്ക് അത് എനിക്ക് നല്ലതായിട്ട് ഫീൽ ചെയ്തു കേട്ടോ. ഇങ്ങനെ കെട്ടോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാ. അടുത്ത് വന്നിട്ട് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ. ഇതേപോലെ വീനെക്ക് വന്നിട്ട് ഇങ്ങനൊരു മറ്റേ ഗുജറാത്തി കട്ട് പോലത്തെ ഒരു സാധനമില്ലേ, അങ്ങനെയാണ് വന്നിട്ടുള്ളത്. ചെറിയൊരു ലേസ് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. നല്ല ഫാബ്രിക് ആണ്, അടിപൊളി. ഒട്ടും തന്നെ കളർ ബ്ലീഡ് ആയിട്ടില്ല. ഞാൻ കഴുകിയിട്ടുള്ളതാണ്. ഇതൊരു 3-4 തവണ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ നിറയെ പ്ലീറ്റ്സ് ഉണ്ട്. നല്ല ലൂസാണ്. പക്ഷെ ഇതിനൊരു ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നിലൊരു കെട്ടുള്ള കാരണം വേസ്റ്റിന്റെ ഭാഗം നമുക്ക് അങ്ങനെ ടൈറ്റായി കെട്ടിക്കഴിഞ്ഞാൽ ആ ലൂസ് അറിയില്ല. അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിട്ടോ. എല്ലാത്തിലും അങ്ങനത്തെ ഒരു സാധനം വേണം എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാകുമ്പോൾ കുറച്ചും കൂടി നല്ല ഫിറ്റിങ്ങിൽ അതങ്ങ് എന്നുവെച്ചാൽ കുർത്ത ഡ്രസ്സസ് ഈ ഭാഗം ലൂസ് ആകുമ്പോൾ ഒരു അഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കുറച്ചുകൂടി ഫിറ്റഡ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പിന്നിലൊരു കെട്ടോ അല്ലെങ്കിൽ ഫ്രണ്ടിലൊരു കെട്ടോ അങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ഫ്ലെയർ ഉണ്ട്, ഒരുപാടില്ല. മറ്റേത് നേരത്തെ കാണിച്ച പോലത്തെ ഫ്ലെയർ ഇല്ല, പക്ഷെ നല്ല അത്യാവശ്യം ഫ്ലെയർ ഉണ്ട്. നല്ല ലുക്കാണ്. ഇത് നമുക്ക് ഓഫീസ് വെയർ ആയിട്ടൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. മറ്റേത് കുറച്ചുകൂടി നേരത്തെ കാണിച്ചാൽ കുറച്ചും കൂടി ഒരു കിഡ്നിഷ് എന്ന് പറയാനില്ല, കുറച്ചുകൂടി ഒരു കാഷ്വൽ വൈബ് ആണെങ്കിൽ ഇത് നമുക്ക് ഓഫീസ് വെയർ ആയിട്ടും കോളേജ് വെയർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നല്ല പ്രിന്റും ആണ്, നല്ല കംഫർട്ടബിളും ആണ് കേട്ടോ. ഓക്കെ, ഇത് അടുത്ത് വന്നിട്ട് നമ്മുടെ ഫസ്റ്റ് വണ്ണിന്റെ പാറ്റേൺ പോലെയുള്ളത് തന്നെയാണ്. ഇതൊരു 600-500 ആ ഒരു റേറ്റിൽ വരുന്നതാണ് കേട്ടോ. നിറയെ ഇങ്ങനെ പ്രിന്റ്സിന്റെ ഒരു അതിപ്രസരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ആദ്യത്തെ കാണിച്ച പോലെ തന്നെ ഇങ്ങനെ പഫ് സ്ലീവ് ആയിട്ടാണ് വരുന്നത്. ഇലാസ്റ്റിക് ഉണ്ട്, കോളർ നെക്ക് ആണ്, പിന്നെ ഇതാ വീനെക്ക് വരുന്നുണ്ട്. ഇവിടെ ഇതാ കെട്ടാനുള്ളൊരു സാധനം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വേസ്റ്റിന്റെ ഭാഗത്ത് നന്നായിട്ട് കെട്ടാൻ നല്ല ഫിറ്റഡ് ആയിട്ട് ഉണ്ടാവും കേട്ടോ. പിന്നെ 1, 2, 3 പാനൽസ് ആണ് ഉള്ളത്. ഹൊറിസോണ്ടൽ പാനൽസ്, ഫ്ലെയർ ആണ് കൊടുത്തിട്ടുള്ളത്. രസമുണ്ട് കേട്ടോ. രസമുണ്ട് എന്നുള്ളത് മാത്രമല്ല നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ്, ഇടാനും സുഖമുണ്ട്. കോട്ടൺ പ്യുവർ കോട്ടൺ അല്ല, നല്ല കോട്ടൺ അല്ല, പിടിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ചെറിയൊരു മിക്സ് ഉണ്ട് കേട്ടോ. പക്ഷെ എന്നാലും കൂടുതലും കോട്ടൺ ആണ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇടാനൊക്കെ നല്ല സുഖമുണ്ട്. നല്ല ഫ്ലോയി ആണ്, നമുക്ക് കാഷ്വൽ വെയർ ആയിട്ടൊക്കെ അടിപൊളിയാണ് കേട്ടോ. പിന്നെ എനിക്ക് തോന്നുന്നു പലപ്പോഴും ഡ്രസ്സിന്റെ ഭംഗി നമ്മൾ എങ്ങനെ സ്റ്റൈൽ ചെയ്യണു എന്നതിലാണ് അല്ലേ. ഈ ഒരു ഔട്ട്ഫിറ്റ് തന്നെ നമുക്ക് നല്ലൊരു ബാഗും ഒരു ഹീൽസും ഒരു പോണിറ്റെയിലൊക്കെ കെട്ടി നല്ലൊരു നീറ്റ് ക്ലീൻ ലുക്ക് എന്ന് പറയില്ലേ, ആ രീതിക്കുള്ള ഒരു സിമ്പിൾ മേക്കപ്പ് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും കാണാൻ. അതെല്ലാം നമ്മളിങ്ങനെ ചുമ്മാ പ്ലാൻ ഇട്ടിട്ട് പോവുകയാണെങ്കിൽ അതിനനുസരിച്ച് അത് നമ്മുടെ കംഫർട്ടിനനുസരിച്ചിട്ടാണ്. ഇപ്പോൾ ഒരു ഡ്രസ്സിനെ ആ ഒരു ലുക്കിലേക്ക് മാറ്റുന്നത് നമ്മുടെ സ്റ്റൈലിങ് തന്നെയാണ്. ഇങ്ങനെ അത്ര ഭംഗിയില്ല എന്നൊക്കെ തോന്നുന്ന ഔട്ട്ഫിറ്റ് ആണെങ്കിലും ഒരുവിധം നല്ല മെറ്റീരിയൽ ആണ്. ക്ലാസിക് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് ആണെങ്കിൽ അതിനെ നമുക്ക് നല്ല അടിപൊളിയാക്കി മാറ്റാവുന്നതേ ഉള്ളൂ സ്റ്റൈലിങ്ങിൽ. അതുപോലെ നമുക്ക്
ഇതിനെ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ എന്ന് ഞാൻ പറയായിരുന്നു. അപ്പൊ അങ്ങനത്തെ രീതിയിൽ കാഷ്വൽ ആയിട്ടൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ. അപ്പൊ ഇത് വീഡിയോയ്ക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ മിക്കവാറും ഞാൻ സെയിൽ ചെയ്യും. ഇത് എനിക്ക് ഒട്ടും എനിക്ക് പറ്റിയൊരു പാറ്റേൺ എന്ന് വെച്ചാൽ എൻ്റെ ബോഡിക്ക് പറ്റിയതായിട്ട് എനിക്ക് തോന്നുന്നേ ഇല്ല. ഓൾറെഡി തന്നെ പിന്നെ എനിക്ക് ഈ 3 കുർത്തിയാണല്ലോ, അപ്പൊ ഞാൻ ഇത് എന്തായാലും കയ്യിൽ വെക്കല്ലോ. അപ്പൊ ബാക്കിയുള്ള ഇനി വരണതെല്ലാം ഞാൻ ത്രിഫ്റ്റിൽ ഇടാന്ന് വിചാരിച്ചിട്ടാണ്. ഇത് നോക്കുകയാണെങ്കിൽ ഫീഡിങ് ആയിട്ടുള്ള അമ്മമാർക്ക് പറ്റിയിട്ടുള്ളത് അങ്ങനെയുള്ളത് നോക്കിയിട്ട് ഞാൻ ഒരെണ്ണം എടുത്തതാണ് കേട്ടോ. പിങ്ക് ആണ്, ഫ്ലോറൽ ഡീറ്റെയിലിംഗ് ആണ്, നല്ല സുഖമായിട്ട് ഇടാം. അപ്പോൾ ഈവൻ പ്രഗ്നന്റ് ആയിട്ടുള്ളവർക്കാണെങ്കിലും ഇവിടേക്ക് അത്യാവശ്യം സ്പേസ് ഉണ്ട്, കുറച്ച് ഫ്ലെയർ ആയിട്ടാണുള്ളത്. പക്ഷെ അല്ലാത്തവർക്കാണെങ്കിൽ സൈഡ് ഒന്ന് അടിക്കേണ്ടി വരും കേട്ടോ. ഇതിന്റെ വന്നിട്ട് എക്സ്ട്രാ സ്മോൾ ആണ്, മറ്റേതും അതെ എക്സ്ട്രാ സ്മോൾ അല്ലെങ്കിൽ സ്മോൾ തന്നെയാണ് ഞാൻ ഇതിലെല്ലാം എടുത്തിട്ടുള്ളത്. എക്സ്ട്രാ സ്മോൾ ഉണ്ടെങ്കിൽ അത് തന്നെയാണ് കേട്ടോ എടുക്കല്. ഇപ്പൊ എക്സ്ട്രാ സ്മോൾ എന്നെ കണ്ടു അത്യാവശ്യം നല്ല ലൂസാണ്, പക്ഷെ നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ്, നല്ല സുഖമാണ് ഇടാനായിട്ട്. ഇപ്പൊ കൂടുതൽ ഇത് നന്നാവുക എന്ന് വെച്ചാൽ പ്രഗ്നന്റ് ആയിട്ടുള്ളവർക്കും അതേപോലെ തന്നെ ഫീഡിങ് അമ്മമാർക്കും ഇത് പെർഫെക്റ്റ് ആയിട്ടുണ്ടാവും. അല്ലാണ്ട് നമുക്കിത് ഓഫീസ് വെയർ ആയിട്ടും കോളേജ് വെയർ ആയിട്ടും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അടുത്ത വന്നിട്ട് ബാന്തിനി പ്രിന്റിലുള്ളതാണ്. കാണുമ്പോൾ തന്നെ അറിയാം നല്ല ലൂസാണ്. ഇതിന്റെ സൈസും എക്സ്ട്രാ സ്മോൾ ആണ്, പക്ഷെ നല്ല ലൂസ്. ഇതൊരു 600 ആ ഒരു റേറ്റിലുള്ളതാണ്. ഇതിന്റെ വേറൊരു നല്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലാസ്റ്റിക് ഉണ്ട് താഴത്തെ ഭാഗത്തായിട്ട്. അപ്പൊ അതുകൊണ്ട് കൈയുടെ ഭാഗം ഇങ്ങനെ കുറച്ചിങ്ങനെ ഫിറ്റഡ് ആയിട്ടിരിക്കുന്നതിന്റെ ആ ഒരു ഭംഗിയുണ്ട് കേട്ടോ. നല്ല ഇങ്ങനെ ലൂസായിട്ട് ഫ്ലെയർഡ് ആയിട്ടുള്ള അങ്ങനത്തെ ഔട്ട്ഫിറ്റ്സ് ഇഷ്ടമുള്ളവർക്ക് ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇത് നമുക്ക് നല്ലൊരു കമ്മലും ഒരു ബാഗും ഹീൽസും സിമ്പിൾ ആയിട്ടുള്ള ഒരു പോണിറ്റെയിലും അങ്ങനെയൊക്കെ സ്റ്റൈൽ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. നല്ല കംഫർട്ടബിൾ ആണ് ഓഫീസ് വെയർ ആയിട്ടും അതേപോലെ തന്നെ കോളേജ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം. ഇങ്ങനത്തെ ഇഷ്ടമുള്ളവരുണ്ടെന്ന് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ പാറ്റേൺ എടുത്ത് കാണിക്കുന്നത്. എനിക്ക് തോന്നുന്നു കുറേ പേർക്കൊക്കെ ഇഷ്ടം ഈ സ്ലിറ്റ് ആയിട്ടുള്ളത്. എൻ്റെ പോലെ തന്നെ ഞാൻ തോന്നുന്നുണ്ട്. എനിക്ക് ഇങ്ങനത്തെ അത്ര എൻ്റെ വൈബല്ല കേട്ടോ. അത് ആദ്യത്തെ കാണിച്ചില്ലേ, അത് പിന്നെയും കുഴപ്പമില്ല. പക്ഷെ എന്നാലും ഗിവൺ എ ചോയ്സ് എനിക്ക് കൂടുതൽ ഇഷ്ടം സ്ലിറ്റഡ് ആയിട്ടുള്ള ഇങ്ങനത്തെ കോട്ടൺ കുർത്താസാണ് കൂടുതൽ ഇഷ്ടം. അടുത്ത് വന്നിട്ട് നല്ല ഫ്ലോറൽ പ്രിന്റ് ആണ് കേട്ടോ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പിങ്കിൽ ഇങ്ങനെ കറപറ ഒരു പൂങ്കാവനം തന്നെ ഉണ്ട് ഇതില്. സിമ്പിൾ ആണ്, ഒന്നുമില്ല കേട്ടോ. അത് ഇതേപോലെ സിമ്പിൾ നെക്ക്, പ്ലീറ്റ്സ്, അത്രയേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. നല്ല കംഫർട്ടബിൾ ആണ് ഇടാനായിട്ട്. പക്ഷെ ബോഡി ഷേപ്പിനനുസരിച്ച് നിൽക്കുക അങ്ങനത്തെ ഇതില്ല കേട്ടോ. നല്ല സുഖമായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അങ്ങനെ നോക്കുകയാണെങ്കിൽ കുറേ പേര് വീട്ടിൽ നിൽക്കുമ്പോൾ തന്നെ കുർത്താസ് ഇടുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് മേടിച്ച ഒന്നും ഇടാൻ പറ്റില്ല. കുറച്ച് നമുക്ക് പുറത്തേക്ക് ഇട്ടിട്ട് വേണമെങ്കിൽ വീട്ടിലേക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള പാകത്തിലുള്ളതാക്കും. കാരണം ഇതിനിപ്പോൾ ഒരു 500 രൂപ to 600 രൂപയ്ക്ക് ഉണ്ടല്ലോ. അപ്പം അത്രയ്ക്കൊക്കെ കൊടുത്ത് വീട്ടിലിടാൻ ഉള്ള ഔട്ട്ഫിറ്റ് നമ്മൾ അങ്ങനെ മേടിക്കാൻ താല്പര്യം ഉണ്ടാവില്ല കുറേ പേർക്ക്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ 2-3 തവണയൊക്കെ പുറത്തേക്ക് ഇട്ടിട്ട് വേണമെങ്കിൽ നമുക്ക് വീട്ടിലിടാൻ പാകത്തിനുള്ളതുമാണ്. കംഫർട്ടബിൾ ആണ്. ഇതെല്ലാതും അതെ, എല്ലാതും നല്ല മെറ്റീരിയലാണ്. കോട്ടൺ അല്ലെങ്കിൽ കോട്ടൺ മിക്സ് ആണ്. അത്യാവശ്യം നമുക്ക് വാഷ് ചെയ്ത് യൂസ് ചെയ്യാവുന്ന മെറ്റീരിയലാണ്. ഇപ്പൊ ഞാൻ ഏറ്റവും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ, എനിക്ക് ഇങ്ങനത്തെ ഔട്ട്ഫിറ്റ് ആണെങ്കിലും കുഴപ്പമില്ല, എനിക്ക് പോളിയസ്റ്ററും ക്രേപ്പ് മെറ്റീരിയലൊക്കെ ഉണ്ടല്ലോ അതെനിക്ക് തീരെ പറ്റുന്നില്ല. ഞാൻ അങ്ങനെ തീരെ ഇപ്പൊ ഉപയോഗിക്കാറുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ കഴിഞ്ഞ 1-2 വർഷത്തെ ഹോൾസ് നോക്കുകയാണെങ്കിലും ഞാൻ തീരെ ഉൾപ്പെടുത്താറേ ഇല്ല കേട്ടോ. നമുക്ക് ആ ക്ലോത്തിന്റെ കംഫർട്ട് ഉണ്ടല്ലോ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ നാട്ടിലൊക്കെ ഈ ചൂട് സമയത്തൊക്കെ ഈ പോളിസ്റ്ററും അതേപോലെ തന്നെ ക്രേപ്പൊക്കെ ഇടുമ്പോൾ ഒരു അവസ്ഥ ഉണ്ടാകും. നമ്മുടെ ദേഹത്ത് ഇങ്ങനെ വേർപ്പ് കാരണം അതിങ്ങനെ ഒട്ടും. ഇങ്ങനത്തെ ഒക്കെ നോക്കുകയാണെങ്കിൽ പോളിയസ്റ്റർ മിക്സ് ആണെങ്കിലും ഇത് വളരെ ലൈറ്റാ, ദേഹത്ത് അങ്ങനെ ഒട്ടില്ല, കുറച്ച് ലൂസാണ്. പക്ഷെ സെൽവാർസ് ഒക്കെ ഇങ്ങനെ 3/4 അല്ലെങ്കിൽ ഫുൾ സ്ലീവ് ആയിട്ടുള്ള സെൽവാറൊക്കെ പോളിയസ്റ്റർ ഒക്കെ ആകുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ദേഹത്ത് ഇങ്ങനെ ഒട്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെയൊക്കെ വെച്ച് നല്ല മെറ്റീരിയലാണ് കേട്ടോ. നമുക്ക് കുറേ യൂസ് ചെയ്യാൻ പാകത്തിനുള്ള ആ ഒരു ഡ്യൂറബിലിറ്റി ഉണ്ട് ഈ മെറ്റീരിയലിന്. പിന്നെ വന്നിട്ട് ഈ ഒരു സിമ്പിൾ ടോപ്പാണ്. ഇത് ടോപ്സിന്റെ ഹോൾ വീഡിയോ ആയിട്ട് ഞാൻ വേറെ ചെയ്യാം. അത് ഞാൻ എന്തായാലും മിന്ത്രയുടെ ടോപ്പ് ഹോൾ എന്ന് പറഞ്ഞിട്ട് വേറെ ഇടാം കേട്ടോ. എന്തായാലും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതും ഞാൻ ഇവിടെ ടാഗ് ചെയ്യാം. ഈ പ്രോഡക്ട്സിന്റെ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഇവിടെ ടാഗ് ചെയ്യുന്നുണ്ട്, അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കൂ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതിൽ ഏതെങ്കിലും ഔട്ട്ഫിറ്റ്സ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അഭിപ്രായം എന്നുള്ളത് എന്തായാലും കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യാം കേട്ടോ. ലവ് യു ഓൾ സോ മച്ച്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.